എവ്രിവൺ, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ ഫോളോയിങ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ട്രൂ അല്ലാത്തത് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാ ഇവിടെ നടക്കുന്നത്? 2KCl നോക്കാം നമുക്ക്. 2KClO3 gives 2KCl + 3O2 എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക അല്ലെ. ഓക്സിജൻ -2 ആണ്, 3 ഓക്സിജൻ ഉണ്ട്, -6 വരും. ഇനി പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലി മെറ്റൽ ആണ്, ഗ്രൂപ്പ് 1 എലമെന്റ് ആണ് അല്ലെ. ഓൾവേസ് ഓക്സിഡേഷൻ നമ്പർ അവിടെ +1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ എത്രയാ വരിക? +5 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ. ഇനി KClലേക്ക് വരുമ്പോൾ ക്ലോറിൻ -1ഉം പൊട്ടാഷ്യം +1ഉം ആയിരിക്കും. O2 എന്ന് പറയുമ്പോൾ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലാണ് അല്ലെ, ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഓക്സിജൻ ഇവിടെ 0 ആണെന്ന് പറയാം. ഇനി നമുക്ക് ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നടന്ന ചേഞ്ച് ഒന്ന് അനലൈസ് ചെയ്യാം. പൊട്ടാഷ്യം എന്താ +1ൽ നിന്ന് +1ൽ തന്നെ നിൽക്കുക അല്ലെ. അപ്പൊ +1ൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നോ ചേഞ്ച് ആണ് അല്ലെ. പൊട്ടാഷ്യത്തിന് KClO3യിലും KClലും ഓക്സിഡേഷൻ നമ്പറിൽ ഒരു ചേഞ്ചും ഇല്ല. ഇനി ക്ലോറിനോ +5ൽ നിന്ന് -1ലേക്ക് വന്നു. +5ൽ നിന്ന് -1ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് കുറയാണ്, ഡിക്രീസ് ആണ് നടന്നിട്ടുള്ളത്. ഓക്സിജൻ സെയിം ആണ്. ഓക്സിജൻ സെയിം ആണോ? ഓക്സിജൻ സെയിം അല്ല. -2 ആയിരുന്ന ആള് 0 ആയിട്ട് മാറി. അപ്പൊ -2ൽ നിന്ന് 0 ആകുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നോക്കിക്കേ, പൊട്ടാഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി ക്ലോറിൻ എന്താ? +5ൽ നിന്നും -1 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്സിജൻ ആണെങ്കിൽ -2ൽ നിന്ന് 0 ആയി, ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്ക് പറയാം, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നും ഡിക്രീസ് ചെയ്താൽ റിഡക്ഷൻ എന്നാ പറയാ. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത് കൊണ്ട് ഓക്സിഡേഷൻ നടന്നിട്ടുള്ളത് ആർക്കാ? ഓക്സിജൻ ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി റിഡക്ഷൻ നടന്നിട്ടുള്ളത് ആർക്കാ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുള്ള ക്ലോറിൻ ആണ് എന്ന് പറയാം. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സെന്റൻസുകൾ വായിച്ചു നോക്കാം. പൊട്ടാഷ്യം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആണോ? അല്ല. പൊട്ടാഷ്യത്തിന് ഇവിടെ ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ അത് കറക്റ്റ് ആണ്. തെറ്റാണ് അല്ലെ. തെറ്റാന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി ക്ലോറിൻ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ശരിയാണോ മക്കളെ? അല്ല അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ക്ലോറിൻ എന്താ സംഭവിച്ചിട്ടുള്ളത്? ക്ലോറിന് ഓക്സിഡേഷൻ ആണോ സംഭവിച്ചിട്ടുള്ളത്? +5ൽ നിന്നും -1 ആയി. അപ്പൊ ഇതും തെറ്റാണ് അല്ലെ. ഇനി നോക്കിക്കേ, ഓക്സിജൻ ഇസ് റെഡ്യൂസ്ഡ്. ഓക്സിജൻ റെഡ്യൂസ് ചെയ്യാണോ ചെയ്തത്? അല്ല, ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും തെറ്റാണ്. ഇനി നൺ ഓഫ് ദി സ്പീഷീസ് ആർ അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. ഇവിടെ ആർക്കും ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല അല്ലെ. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ട്. ആർക്കാ? ഓക്സിജൻ ഓക്സിഡേഷനും ക്ലോറിന് റിഡക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസും തെറ്റാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇതിലെ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല. ശരിയല്ലേ? പറഞ്ഞിട്ടുള്ള എല്ലാം തെറ്റാ. ഇവിടെ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഓക്സിജൻ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ, ക്ലോറിൻ ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം മക്കളെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ റിഡോക്സ് റിയാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വെച്ച് പറയാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ ആണ്. ഇനി ഇലക്ട്രോൺസിനെ കിട്ടിയാലോ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതെന്താ? അത് റിഡക്ഷൻ ആണ്. അപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷനുമാണ്. നമുക്ക് വിത്ത് എക്സാമ്പിൾ എടുക്കാം. സോഡിയം എടുത്താൽ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ. അപ്പൊ 281 ആണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ സോഡിയത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ സോഡിയം എന്താ ചെയ്യുക? ഈ വാലൻസ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ സോഡിയത്തിന് ഒരു Na+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് വരും. പ്ലസ് ഒരു ഇലക്ട്രോണിനെ അയാൾ ഡൊണേറ്റും ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ക്ലോറിൻ, സോഡിയനും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യാണ്. അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 287 അല്ലെ. അപ്പൊ ക്ലോറിന് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Cl മൈനസ് ആയിട്ട് മാറി. അങ്ങനെ NaCl എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് വരുമ്പോ ഇവിടെ സോഡിയം +1 ക്ലോറിൻ -1 ആണ് അല്ലെ. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. ആദ്യം സോഡിയം എങ്ങനെയായിരിക്കുന്നത്? അൺകമ്പൈൻഡ് സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. Na+Cl gives NaCl. ഓക്കെ, അപ്പൊ ആദ്യം ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുകയാണ് സോഡിയം ക്ലോറിനും. രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു അല്ലെ. പിന്നെ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോൾ സോഡിയം +1 ക്ലോറിൻ -1 ആയി. സോഡിയത്തിന് ഇലക്ട്രോൺസിൽ നഷ്ടപ്പെട്ടു. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ ആണ്. ക്ലോറിൻ ഇലക്ട്രോൺസിനെ കിട്ടി. അപ്പൊ എങ്ങനെയാണ്? ക്ലോറിന് റിഡക്ഷൻ ആണ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷൻ നടന്നു. ഹെൻസ് ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ബാലൻസിങ്ങിനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇൻ അസിഡിക് മീഡിയം ബാലൻസ് ചെയ്യാം. അസിഡിക് മീഡിയം ബാലൻസ് ചെയ്തിട്ട് ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യുന്നതും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മളൊന്ന് എടുത്ത് എഴുതി. Br - ClO3- gives Br2 + Cl-. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാ. എന്താ ചെയ്യണേ? ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു Br ഉള്ളൂ, അപ്പുറത്ത് 2 Br ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പൊ 2Br- + ClO3- gives Br2 + Cl- അല്ലെ. ഇനി ക്ലോറിന് നോക്കാം. രണ്ട് സൈഡിലും ക്ലോറിൻ ഓരോന്ന് വീതാണുള്ളത്. അപ്പൊ ക്ലോറിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിജൻ ഹൈഡ്രജൻ ഒഴികെയുള്ള എല്ലാ ആൾക്കാരും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇനി നമുക്ക് ഇതാ പഠിച്ചോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കലാണ്. ഇവിടെ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ നമ്പർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. Br- അയൺ ആണ്. അയൺ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയോണിക് ചാർജ് എത്രയാണോ അത് തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ -1 ആണ് ചാർജ് വരിക. ഇനി ClO3- അതിൽ ക്ലോറിനെ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാ? ക്ലോറിനെ ഞാൻ X എന്ന് എടുത്തു. പ്ലസ് ഇനി 3 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ -2 ആണ്. അപ്പൊ -2 × 3 എല്ലാം കൂടെ കൂട്ടിയാൽ -1 കിട്ടണം. അപ്പൊ X - 6 = -1. എക്സിന്റെ വാല്യൂ എത്രയാ വരിക? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ +6 - 1 അതായത് +5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ വിൽ ബി എത്രയായിരിക്കും മക്കളെ? +5 ആയിരിക്കും. റെഡി അല്ലേ? ഇനി ഓക്സിജൻ വേണ്ട കേട്ടോ. ഓക്സിജൻ ഹൈഡ്രജനെ നമ്മുടെ പടത്തിലേ ഇല്ല. ഇനി Br2 എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 0 ആണ്. ഇനി ക്ലോറിൻ -1 ആണ് അല്ലെ. അപ്പൊ ഓൾറെഡി ഒരു മൈനസ് ചാർജ് ഉള്ളത് കൊണ്ട് -1 ആണ്. അപ്പൊ നമ്മൾ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? ഇനി ഇവിടെ വന്നിട്ടുള്ള ചേഞ്ചുകൾ നമ്മൾ നോക്കാൻ പോവാണ്. ബ്രോമിൻ എന്താ സംഭവിച്ചേ? ബ്രോമിൻ -1 നിന്ന് 0 ആയിട്ട് മാറി അല്ലെ. അപ്പൊ -1 നിന്ന് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ബ്രോമിൻ ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് വന്നിട്ടുള്ളത്. എത്ര കൂടി? -1 നിന്ന് 0 ആകുക എന്ന് പറഞ്ഞാൽ 1 കൂടി. ഒരു ബ്രോമിൻ ആറ്റത്തിന് 1 കൂടി. ഇവിടെ 2 ബ്രോമിൻ ആറ്റം ഉണ്ട്. അപ്പൊ എത്ര കൂടും? ഒരു ബ്രോമിൻ ആറ്റത്തിന് -1 നിന്ന് 0 ആയപ്പോൾ 1 കൂടിയെങ്കിൽ 2 ബ്രോമിൻ ആറ്റത്തിന് 2 ആണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ബ്രോമിൻ ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 2 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇനി ആരാളുള്ളത്? ക്ലോറിൻ. ആദ്യം -5 ആയിരുന്നു, പിന്നെ -1 ആയി അല്ലെ. +5 ആയിരുന്നു, പിന്നീട് -1 ആയി. അപ്പൊ +5 നിന്ന് -1 ആവെന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യാണ്. എത്രയാ ഡിക്രീസ് ചെയ്തിട്ടുള്ളത് നോക്കിക്കേ. -5 ആണ്, +5 ആണ്. അപ്പൊ +4 +3 +2 +1 0 -1 6 കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്ലോറിന്റെ ഡിക്രീസ് ചെയ്ത് എത്രയാ? ഡിക്രീസ്
ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 6 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ ബ്രോമിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 കൂടി, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 6 കുറഞ്ഞു. അപ്പൊ മക്കളെ, നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിൽ വന്ന ചേഞ്ചും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും നമ്മൾ ഈക്വൽ ആക്കണം. അതായത് ബ്രോമിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 കൂടിയിട്ടുള്ളൂ എങ്കിൽ ക്ലോറിനും 2 കൂടാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വരേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെ ക്ലോറിന് 6 കുറഞ്ഞു, ബ്രോമിന് 2 കൂടി അല്ലെ. അപ്പൊ ക്ലോറിൻ 6 കുറഞ്ഞെങ്കിൽ ബ്രോമിൻ എത്ര കൂടണം? 6 കൂടണം. ദാറ്റ് മീൻസ് എത്ര ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു അത്രയും തന്നെ മറ്റേ ആളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടണം. അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ 2നെ, ബ്രോമിന്റെ ഇൻക്രീസ് ചെയ്ത ഓക്സിഡേഷൻ നമ്പർ ആയിട്ടുള്ള 2നെ 6ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ 2നെ 6ലേക്ക് എത്തിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 2നെ 6ലേക്ക് എത്തിക്കാൻ മൾട്ടിപ്ലൈ ബൈ 3 ചെയ്താൽ മതി അല്ലെ. വെറുതെ 2നെ മൾട്ടിപ്ലൈ ചെയ്യല, എവിടെയൊക്കെ ബ്രോമിൻ ഉണ്ടോ അവിടെയൊക്കെ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6Br മൈനസ് പ്ലസ് ClO3 മൈനസ് ഗിവ്സ് 3Br2 പ്ലസ് Cl മൈനസ് എന്ന് വരും അല്ലെ. ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ 3 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 ഓക്സിജൻ പോലും ഇല്ല. അപ്പൊ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ വാട്ടർ മോളിക്യൂളിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 ഓക്സിജൻ കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ 3 വാട്ടർ മോളിക്യൂളിനെ എടുക്കണം. അപ്പൊ മക്കളെ, 3 വാട്ടർ മോളിക്യൂളിനെ എടുത്തപ്പോൾ 3 2s are 6, 6 ഹൈഡ്രജൻ എക്സ്ട്രാ വന്നു അല്ലെ. അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ H+ അയോണിനെയും, ബേസിക് മീഡിയം ആണെങ്കിൽ OH മൈനസിനെയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആസിഡിക് മീഡിയത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 2 6 ഹൈഡ്രജൻ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് 6 H+ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫൈനൽ ഇക്വേഷൻ വിൽ ബി 6Br മൈനസ് പ്ലസ് ClO3 മൈനസ് പ്ലസ് 6H+ gives 3Br2 പ്ലസ് Cl മൈനസ് പ്ലസ് 3H2O എന്ന് വരും. ഇതായിരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ എല്ലാവരും ബാലൻസ്ഡ് ആണ്. 6Br മൈനസ് 6Br. ഇനി നോക്കിക്കേ, 1 ക്ലോറിൻ 1 ക്ലോറിൻ, 3 ഓക്സിജൻ 3 ഓക്സിജൻ, 6 ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ, എല്ലാം ഇവിടെ ബാലൻസ്ഡ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യുക? മക്കളെ, ബേസിക് മീഡിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? H+ അവർ ആഡ് ചെയ്ത് അവിടെ വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്താ? 6Br മൈനസ് പ്ലസ് ClO3 മൈനസ് പ്ലസ് ഇനി 6H+ gives 3Br2 പ്ലസ് Cl മൈനസ് പ്ലസ് പിന്നെന്തായിരുന്നു? Cl മൈനസ് പ്ലസ് 3H2O. ഇപ്പൊ അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യുന്ന പോലെ ഇവിടെ വരെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മക്കളെ, നമുക്ക് ഈ H+ മാറ്റി OH മൈനസിലേക്ക് കൊണ്ടുവരണം. H+ മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇയാളെ വാട്ടർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ വാട്ടർ ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും? എത്ര H+ ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ എക്സാക്ട്ലി സെയിം നമ്പർ ഓഫ് OH മൈനസിനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൊടുക്കുക. അതായത് ഇവിടെ 6H+ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് 6 OH മൈനസിനെ കൊടുക്കും, റൈറ്റ് സൈഡിലേക്കും 6 OH മൈനസിനെ കൊടുക്കും. അതായത് എക്സാക്ട്ലി എത്ര നമ്പർ ആണോ എന്റെ കയ്യിൽ H+ ഉള്ളത് അത്രയും തന്നെ OH മൈനസിനെ 2 സൈഡിലോട്ടോ, ലെഫ്റ്റിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ H+ഉം OH മൈനസും നമ്മൾ റിയാക്ട് ചെയ്താൽ H+ ആൻഡ് OH മൈനസ് കൂടിയാൽ വാട്ടർ ആയി അല്ലേ. അപ്പൊ 6 H+ഉം 6 OH മൈനസും റിയാക്ട് ചെയ്താൽ എനിക്ക് 6 വാട്ടർ മോളിക്യൂളിനെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 6Br മൈനസ് പ്ലസ് ClO3 മൈനസ് പ്ലസ് 6H2O gives 3Br2 പ്ലസ് Cl മൈനസ് പ്ലസ് 3H2O പ്ലസ് 6OH മൈനസ് എന്ന് വരും. ഇനി നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വാട്ടർ മോളിക്യൂൾ ഉണ്ട് അല്ലെ. ലെഫ്റ്റ് സൈഡിൽ 6 വാട്ടർ ഉണ്ട്, റൈറ്റ് സൈഡിൽ 3 വാട്ടർ ഉണ്ട്. 6 3 നമുക്ക് വെട്ടാം അല്ലെ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 6ൽ നിന്ന് 3 പോയാൽ ഇവിടെ 3 വാട്ടർ മോളിക്യൂൾസ് വരും. അപ്പോൾ ദാ ബേസിക് മീഡിയത്തിൽ നമ്മൾ ബാലൻസ് ചെയ്ത് ഇപ്പൊ H+ ഉണ്ടോ? ഇല്ല, OH മൈനസ് ആണുള്ളത്. അങ്ങനെ ബേസിക് മീഡിയത്തിന്റെ ഇക്വേഷൻ വിൽ ബി 6Br മൈനസ് പ്ലസ് ClO3 മൈനസ് പ്ലസ് 3H2O gives 3Br2
പ്ലസ് Cl മൈനസ് പ്ലസ് 6OH മൈനസ് എന്ന് വരും. ഇതായിരിക്കും ബേസിക് മീഡിയത്തിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം എത്ര H+ ഉണ്ടോ അത്രയും തന്നെ OH മൈനസ് ആഡ് ചെയ്യുക. അതാണ് ബേസിക് മീഡിയത്തിലുള്ള ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക ഇതേപോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വരാം, അതേപോലെ ബാലൻസ് ചെയ്യാനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ വരും വീഡിയോകളിൽ ലൈവുകളുമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺ, നല്ലതുപോലെ പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.